സുഹൃത്തുക്കളെ, ഇന്ന് കേരള സംഗീത നാടക അക്കാദമിയുടെ KT മുഹമ്മദ് സ്മാരക ഹാളിൽ കണ്ടൊരു നാടകമാണ് ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോ. അഭിമന്യു വിനയ്കുമാർ രചനയും സംവിധാനവും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള ഒരു ഫെമിനിസം ഉയർത്തിപ്പിടിക്കുന്ന ഫെമിനിസ്റ്റ് വിഷയങ്ങളെ അവലോകനം ചെയ്യുന്ന ഒരു പ്രബന്ധം പോലെ അവതരിപ്പിക്കുന്ന പ്ലേ ആണത്. സാധാരണ നാടകങ്ങളുടെ ഒരു ലീനിയർ പ്രോഗ്രഷൻ, ഒരു കഥ പറച്ചിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രത്യേക സ്റ്റോറി ടെല്ലിംഗ് രീതിയിൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോകുന്ന രീതിയല്ല അത്. എപ്പിസോഡിക്കലാണ്. ഒരുപാട് വ്യത്യസ്തമായ എപ്പിസോഡുകളിലൂടെ ഒരു ദാർശനിക പ്രശ്നം അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രശ്നം പറയാൻ ശ്രമിക്കുന്നൊരു മെത്തേഡാണ്. ഫിസിക്കൽ തിയേറ്റർ ഉപയോഗിക്കുന്നുണ്ട്, ക്രൂവൽ തിയേറ്ററിൻ്റെ അംശങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ള തിയേറ്ററിൻ്റെയും സ്റ്റൈലൈസേഷൻ്റെ ഫോമുകൾ, സട്ടൈറിക്കൽ, അബ്സേർഡ് തിയേറ്റർ, എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ തിയേറ്ററിൻ്റെ സങ്കേതങ്ങളും വരുന്നുണ്ട്. പൂരക്കളിയുടെ അംശങ്ങൾ ഉപയോഗിക്കുന്നു, പരാശരമുനിയുടെ ഇതിലേക്ക് പോയിട്ട് മത്സ്യഗന്ധിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ എപ്പിസോഡിക്കൽ, അപ്പം അങ്ങനെ മിത്തിലേക്ക് പോകുന്നു, ഷേക്സ്പിയറിലേക്ക് പോകുന്നു, ഒതെല്ലോ യൂണിറ്റിലേക്ക് പോകുന്നു, ഇബ്സൻ്റെ എന്താ പറയുക ഡോൾസൂസ് പോലുള്ള നാടകത്തിലേക്ക് പോകുന്നു, വിനയ്കുമാറിൻ്റെ നാടകത്തിൽ നിന്ന് ചില അംശങ്ങൾ എടുക്കുന്നു. അതിലാണ് പരാശരമുനിയൊക്കെ വരുന്നതെന്ന് തോന്നുന്നു. കുറുക്കൻ്റെ കോടതി എന്ന് പറയുന്ന രാവണി മാഷയുടെ കവിത ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു പക്ഷേ വളരെ സ്വതന്ത്രമായിട്ടുള്ളൊരു രംഗഭാഷയ്ക്കുള്ള ശ്രമമാണത്. ഫിസിക്കൽ തിയേറ്റർ, ഗ്രൂപ്പ് വർക്ക്, ലൈറ്റ് ആൻഡ് ഷെയ്ഡിൻ്റെ സാധ്യതകൾ, ശക്തമായ മ്യൂസിക് സാധ്യതകൾ, അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോ ഒരു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ വിഷയം ഉയർത്തിപ്പിടിക്കുന്നത്. എത്രയും സൗന്ദര്യാത്മകമായ തലത്തിൽ സ്ത്രീകളെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ എന്ത് ആവിഷ്കാര സ്വാതന്ത്ര്യം പറഞ്ഞാലും അടുക്കളയിൽ എത്തുമ്പം അവിടെ അങ്ങോട്ട് ഒതുക്കി കളയുന്ന രീതിയാണ്. അപ്പോൾ ആ ഗ്രഹാതുരത്വത്തിൻ്റെ സ്ഥലത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇടുകയാണ്. നമ്മുടെ ഈ എന്താ പറയുക, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഫോർ വിമൻ എന്ന് പറയുന്നിടത്ത് വലിയ വാചാലത കാണിക്കുകയും ബാഹ്യതലങ്ങളിലൊക്കെ വലിയ പ്രസംഗം നടത്തുകയും പൊസസീവ്നെസ് കീപ്പ് ചെയ്യുകയും ചെയ്യുന്ന രീതിയുണ്ട്. ഇതിനെയൊക്കെ വിമർശിക്കുന്ന രീതിയിലുള്ളൊരു ആക്ഷേപഹാസ്യത്തിൻ്റെ യൂണിറ്റുകൾ ധാരാളമുണ്ട്. ഇപ്പോൾ പാവകളെ കച്ചവടം ചെയ്യുന്ന ഒരു തലം അതിങ്ങനെ വന്നിട്ട് അത് ഈ പറഞ്ഞ ചോദ്യം ചെയ്യുന്ന നോറ പോലെയുള്ളൊരു കഥാപാത്രം, ഇബ്സന്റെ നോറ, അതിന് വാങ്ങാൻ ആരുമില്ല. അങ്ങനെ ആ തലത്തിൽ വളരെ ശക്തമായിട്ടുള്ള രംഗഭാഷയുണ്ട് അതിനകത്ത്, വളരെ ഫ്രീഡം ഉള്ള രംഗഭാഷയാണ്. അപ്പോൾ ആ തലത്തിൽ ഈ നാടകം എല്ലാവരും ഏറ്റെടുക്കേണ്ടതുണ്ട്. കാണികൾ ശരിക്കും അത് ഉൾക്കൊള്ളുന്നുണ്ട്. സ്ഥിരം കാണുന്നൊരു നാടക ശൈലിയല്ല. അഭിമന്യു വളരെ ശക്തമായിട്ട് ആക്ടേഴ്സിന് ഉപയോഗിച്ചിരിക്കുന്നു. കുട്ടികളെ അമ്മ കുട്ടിയുടെ യൂണിറ്റും എല്ലാം ചേരുന്നൊരു വളരെ, എനിക്ക് തോന്നുന്നു, ഡൈനാമിക് ആയിട്ടുള്ള എക്സ്പെരിമെൻ്റൽ തിയേറ്ററാണ്. ഒരു പക്ഷേ എല്ലാ സാമാന്യ ജനങ്ങളും എല്ലാവർക്കും അങ്ങനെ സൂഹിക്കണമെന്നില്ല. കാരണം ഒരു തീസിസ് അവതരിപ്പിക്കുന്ന രീതിയാണ്. അപ്പോൾ ആ തീസിസ് അവതരിപ്പിക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു രംഗഭാഷയാണ് നല്ലത്. ഒരു ലീനിയർ രംഗഭാഷ വേണ്ട, ഡീസെൻട്രലൈസ് ചെയ്ത് ഇങ്ങനെ വരുന്നതാണ്. അപ്പം എനിക്ക് തോന്നുന്നത് അതിൻ്റെ അകത്ത് ശില്പത്തിൻ്റെ സാധ്യതകൾ. അപ്പം എനിക്ക് തോന്നുന്നു ഈ ചരിത്രത്തിൻ്റെ ആദ്യകാലം മുതലേ ഉണ്ടല്ലോ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു എത്ര പറഞ്ഞാലും തീരാത്ത വിഷയമാണ്. വീണ്ടും സ്ത്രീ പീഡനങ്ങളുടെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സിംബോളിസവും റിയലിസവും ഫാൻറ്റസിയും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഈ ഒരു നല്ല ഒരു അവതരണം എന്നാണ് ഞാനതിനെ ചുരുക്കി പറയുന്നത്. നാടകത്തിൻ്റെ കുറച്ച് ക്ലിപ്പുകൾ ഇതിലിട്ടുകൊണ്ട്, പ്രൊമോഷൻ ക്ലിപ്പുകളാണ്. ഞാൻ മിക്കവാറും എല്ലാം ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും ഈ നാടകം ആദ്യകാല നാടകങ്ങളുടെ ഈ കാഴ്ചയുടെ തലങ്ങൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് പുതിയ ഒരു നവീനമായൊരു ആസ്വാദന ഭാഷ, രംഗഭാഷയ്ക്കൊപ്പം ആസ്വാദന ശേഷിയും ഉണ്ടാവണം എന്നുള്ള രീതിയിലാണ് നമ്മളിതിനെ കാണേണ്ടത്. അപ്പോൾ അരവിന്ദൻ സിനിമ എടുക്കുമ്പോൾ കാഞ്ചന സീത പോലെയുള്ള എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുണ്ടല്ലോ. നമുക്ക് ഈ നവീനമായ രംഗഭാഷകൾ ഉൾക്കൊള്ളാനുള്ളൊരു ഒരു മാനസികമായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ, ഒരു സഹനശക്തി, ഒരു സഹിഷ്ണുതയൊക്കെ വേണം എന്നുള്ളതാണ്. സ്ഥിരം കണ്ട കഥകൾ തന്നെ അതെന്നെ ഇങ്ങനെ പറയുന്നു, അതെന്നെ ഇങ്ങനെ മെലോഡ്രാമയായിട്ട് ബന്ധപ്പെട്ട് വരുന്നു, അങ്ങനെയല്ല. പിന്നെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ എലമെൻറ്റ്, സ്ത്രീകൾ തിരിഞ്ഞു നിന്ന് നോക്കുകയും തുറച്ചു നോക്കുകയും ചോദ്യം ചെയ്യുകയും കൈ ചൂണ്ടുകയും ചെയ്യുന്നത് ഇപ്പോഴും നമ്മുടെ മെയിൽ ഡോമിനേഷൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു സൈക്കിള് ഇഷ്ടപ്പെടാതെ പോകുന്നുണ്ട്. എൻ്റെ അടുത്തിരുന്ന് 1-2 കാണികൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതെന്ത് നാടകമാണ്, കുടുംബകഥകളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകണം. ആ 2 പേരെന്നെ പോയുള്ളൂ, ബാക്കി ജനങ്ങൾ കംപ്ലീറ്റ് അവിടെ ഇരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോ മുതലുള്ള പ്ലേകൾ, ഭരത് മുരളി അവാർഡ്, ശക്തി അവാർഡിന് വേണ്ടി എന്താ പറയുക, അബുദാബി ശക്തി അവാർഡിലേക്ക് വേണ്ടി കോമ്പറ്റ് ചെയ്തതാണ്. നല്ല അഭിപ്രായം അവിടെയുള്ളതാണ്. അപ്പോൾ ആ തലത്തിൽ അംഗീകാരങ്ങൾ മികച്ച നാടകം പോലും
ആയിട്ട് അംഗീകരിക്കപ്പെടേണ്ടതാണെന്നാണ് പൊതുവെ നമ്മൾ കേട്ടറിഞ്ഞത്. എന്തായാലും നല്ലൊരു അനുഭവമാണ്. 12-ാം തീയതി ഏപ്രിൽ 12-നും ഈ നാടകം റീജിയണൽ തിയേറ്ററിൻ്റെ കെട്ടിമൂത് ഹാളിലുണ്ട്. ഒരു നോമിനൽ ഫീ പോലെ 200-220 രൂപയൊക്കെ വാങ്ങുന്നുള്ളൂ. എല്ലാവരും കാണാൻ ശ്രമിക്കുക. കാശ് കൊടുത്ത് തന്നെ നാടകം കണ്ടിട്ടുള്ള ശീലം ഉണ്ടാക്കുക. ഞാൻ ചാക്കോടിയാണ്. അതേപോലെ തന്നെ എല്ലാ ദിവസവും തലയോണം കേൾക്കണില്ലേ? ഇതൊരു പ്രത്യേകത കാണിക്കും. തമാശയുടെ കാര്യത്തില് ഞാൻ മുത്തച്ഛന്റെ തനി പകർപ്പെന്ന അമ്മ പറയാം. ഇപ്പൊ കോലെന്താ ഒരു പട്ടി കണ്ടിരിക്കോ കൊണ്ടുപോയി തോന്നിട്ട് എന്തായാലും ചതിച്ചതല്ലേ നീ മക്കാശായിക്കണം. പോക്കന്മാരെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ച കുറേ പെൺകുട്ടികളുടെ മിച്ചമത് കഴിച്ചുണ്ടാക്കിയ ശരീരം എന്നെ മുടിപ്പിക്കാനായെങ്കിൽ കുറെ പണ്ടാറപ്പാവൽ പോലും വീണ്ടും കണ്ണു തുറക്കുമ്പോൾ പ്രസവിക്കുന്ന പ്രസവി. ഒരു തരം മൂന്ന് മംഗലം. ഒരു തരം, രണ്ട് തരം, മൂന്ന് തരം. പ്രിയപ്പെട്ട പുരുഷ കേന്ദ്രങ്ങളെ Thank you very much. Have a nice evening to everyone. Thank you. Hey! Wait. Hi. Yes. Good evening. Good evening. സുഹൃത്തെ, ഞാൻ താങ്കളുടെ ലേഖനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. പരസ്പരം മനസ്സിലാക്കുന്നത് മനുഷ്യ സ്നേഹിയായ ഒരു പങ്കാളിപ്പാവയാണ് എനിക്ക് ആവശ്യം. ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഉണ്ടെങ്കിൽ 10 കോടി മുതൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന മോഹവില നൽകി ആ പാവയെ സ്വന്തമാക്കാൻ ഞാൻ തയ്യാറാണ്. ഇബ്സന്റെ നോറപ്പാവ, ഞങ്ങളുടെ നോറപ്പാവ ഇതാ നൽകുന്നു. നിങ്ങൾ പറഞ്ഞു കൊണ്ടുപോയാട്ടെ. ഇവിടെ നമുക്ക് സ്വർഗതുല്യമാക്കി മാറ്റം. നോറ, പ്രിയപ്പെട്ടവർ, ഞാൻ ചില വാക്കുകളാണ്.
ഈ വീടൊന്ന് വൃത്തിയാക്കിയാണ് നിനക്ക് എന്താണ് എന്നോട് പറയാനുള്ളത്? ഈ വീട്ടിൽ നടക്കുന്നതൊന്നും എന്റെ ഇഷ്ടത്തിനല്ല. വാങ്ങിക്കൊണ്ടുവന്നതിനുള്ള ശിക്ഷ ആനശരണയില്ലാത്ത എനിക്ക് തെറ്റ് പറ്റിയിരിക്കുന്നു. ഇനി അവരെ ചൊൽപ്പടിക്ക് നിൽക്കാൻ എനിക്കാവില്ല. എന്റെ ജീവിതം, എന്റെ ഇഷ്ടങ്ങൾ. ഒരു പ്രിയപ്പെട്ട സ്ത്രീകളുണ്ട്, ഞാൻ അതിനോട് പറയാം. അങ്ങ് ഭാര്യയെ അത് മാത്രമാണ് ഞാൻ പറയാൻ വിചാരിച്ച അവൾ വിശ്വസ്തയായിട്ടെന്ന് എന്തും കഴിയട്ടെ. അവൾ വിശ്വസ്തയാണെന്ന് കരുത ഞാൻ പറഞ്ഞു കുടിച്ചത് Light design, Jose Koshi. Light and sound team, invisible lighting solution. Set design, Nisar Ibrahim. Art and Tech Director, Dinesh Narayanan. Sound design, Suraj Sandosh. Sound execution, Lakshmi Madhuri. And last but not the least, text, design and direction, Abhimanyu Vinay Kumar.
ഒരുപാട് സന്തോഷം. ഇങ്ങനെയൊക്കെ ഒരു ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു സദസ്സ് കിട്ടുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ വർക്ക് ഓഫ് ആർട്ട് പ്രസന്റ് ചെയ്യാൻ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള സ്ഥലത്ത് ഒരു നിറം സദസ്സ് ഉണ്ടാകുന്നത് വളരെ വലിയ സന്തോഷം. ഞങ്ങൾ ഇനി തുടരവതരണമുണ്ട്. അപ്പോൾ ഇന്നത്തെ അനുഭവം നിങ്ങളുടെ സുഹൃത്തുക്കളോടും മറ്റെല്ലാ